മലബാർ എങ്ങനെ രൂപീകൃതമായി, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും മലബാർ അക്കാലത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ഇന്നത്തെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളാണ് മലബാർ എന്നറിയപ്പെട്ടിരുന്നത്. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മലബാറിൽ നിന്ന് 1921 5 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1936 വരെ എങ്ങനെ 5 അംഗങ്ങൾ വീതമാണ് ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നത്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമനുസരിച്ചുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അന്നത്തെ മദ്രാസിലുണ്ടായിരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട 1937 ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മലബാറിൽ നിന്ന് 8 അംഗങ്ങളായിരുന്നത്. പിന്നീട് ഈ പ്രാതിനിധ്യം 16 ആയി ഉയർന്നു. വി കുട്ടിമാളു അമ്മ, എം.എസ്. നമ്പൂതിരിപ്പാട്, മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നിവർ മലബാറിൽ നിന്നുള്ള അംഗങ്ങളിൽ പെടുന്നു. 1937 കുറയ്ക്കുക. 1939 കാലത്ത് മദ്രാസിലെ രാജാജി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് മലബാറിൽ നിന്നുള്ള കെങ്ങാട്ടിൽ രാമൻ മേനോൻ. 1946 മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മലബാറിൽ നിന്നുള്ള അംഗസംഖ്യ 20 വരെയായി. 1952 ആദ്യ മദ്രാസ് നിയമസഭയിൽ മലബാറിൽ നിന്നുള്ള കെ പി കുട്ടിക്കൃഷ്ണൻ നായർ മന്ത്രിയായി.